ശക്തമായ മഴയിലെ കൊച്ചി നഗരത്തിലും വെള്ളക്കെട്ടുണ്ട്. കണ്ണമാലിയിൽ വള്ളം മറിഞ്ഞ് അപകടത്തിൽപ്പെട്ട 4 പേരെയും നാട്ടുകാർ രക്ഷപ്പെടുത്തി. തോട്ടിൽ കുളിക്കാനിറങ്ങിയ 10ാം ക്ലാസ് വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. വേങ്ങൂർ മേക്കപ്പാലയിലെ ഷൈബിന്റെ മകൻ എൽദോസാണ് മരിച്ചത്. വിവരങ്ങളുമായി അരുൺ ശങ്കർ ചേരുന്നു. അരുൺ ശങ്കർ, ഒരുപാട് ദുരിതങ്ങൾ കൊച്ചിക്കാർക്ക് ഈ മഴയത്തൊക്കെ തുടക്കം മുതൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോഴിതാ മരണങ്ങളടക്കം സംഭവിച്ചിരിക്കുന്നു. മൊത്തത്തിൽ മഴയുടെ ഒരു പൊതുവിലുള്ള ചിത്രം എങ്ങനെയാണ് കൊച്ചിയിൽ നിന്നുള്ളത്? ഇപ്പോൾ മഴയൊന്ന് തോർന്നിട്ടുണ്ട്. ഇപ്പോൾ എന്നാലും തുള്ളി ഉണ്ട്. പക്ഷെ എന്നാലും പൊതുവിൽ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊച്ചിക്കാരെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. രാവിലെ 2 മണിക്കൂർ നിർത്താതെ പെയ്തതോടുകൂടിയാണ് പല സ്ഥലത്തും വെള്ളക്കെട്ടുകൾ രൂപപ്പെടുകയും പല വീടുകളിലേക്ക് വെള്ളം കയറുകയും ചെയ്തു. അതിനിടയിലാണ് വിദ്യാർത്ഥികൾക്കായത് 15 വയസ്സുകാരുടെ ജീവൻ നഷ്ടമായത്. കണ്ണമാലിൽ 4 പേർ വള്ളം മറിഞ്ഞപ്പോൾ അവരെ നാട്ടുകാർ ചേർന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു. എന്തായാലും മനുഷ്യ സംഭവങ്ങളും ഈ മഴയത്തുണ്ടായി എന്നുള്ളത് വളരെ ആശങ്ക ജനിപ്പിക്കുന്ന കാര്യമാണ്. മേഘവിസ്ഫോടനം കൊച്ചിയിൽ ഉണ്ടായി എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. അത് തന്നെ ആകാനാണ് സാധ്യത. കാരണം അത്രയ്ക്കും ശക്തമായിരുന്നു മഴ പെയ്തത്. അതുകൊണ്ടാണ് മിക്ക വീടുകളിലേക്കും താഴ്ന്ന പ്രദേശങ്ങളിലുള്ള മിക്ക വീടുകളിലേക്കും വളരെ വേഗത്തിൽ തന്നെ വെള്ളം ഇരച്ചു കയറിയത്. ഞാൻ നിൽക്കുന്നത് പ്രൊഫസർ ലീലാവതിയുടെ വീടിന് മുൻപിലാണ്. ഇവിടെ 2 മണിക്കൂർ പെയ്ത മഴയിൽ വീട് മുഴുവൻ വെള്ളത്തിൽ മുങ്ങി. ഏകദേശം 1/2 മീറ്റർ ഉയരത്തിലാണ് വീട്ടിൽ വെള്ളം കയറി. താഴത്തെ നിലയിൽ വെള്ളം കയറി. ആ സമയത്ത് ലീലാവതി ടീച്ചർ വീട്ടിലുണ്ടായിരുന്നു. താഴത്തെ നിലയിലായിരുന്നു ഉണ്ടായിരുന്നു. വെള്ളം കയറുന്ന സമയത്ത് പെട്ടെന്ന് മുകളിലത്തെ നിലയിലേക്ക് മാറുകയും അതിനുശേഷം മകൻ്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. പക്ഷേ ടീച്ചറിൻ്റെ ഒരുപാട് നിധി പോലെ കാത്തു സൂക്ഷിച്ച ഒരുപാട് പുസ്തക ശേഖരങ്ങൾക്കൊക്കെ ഈ മഴയത്ത് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വളരെ നഷ്ടമാണ് അക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. അത് ഒരു കണക്കിൽ ഒരു പേപ്പറിൽ എഴുതി കൂട്ടാൻ കഴിയുന്ന നഷ്ടമല്ല അതിനുണ്ടായിരിക്കുന്നത്. എന്തായാലും ടീച്ചർ സുരക്ഷിതമായിട്ട് മകൻ്റെ വീട്ടിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷേ നഷ്ടം ഇനി കണക്കാക്കേണ്ടതുണ്ട്. ഫർണിച്ചറുകളൊക്കെ നശിച്ച അവസ്ഥയിലാണ്. കട്ടിലൊക്കെ മുറിയിൽ ഒഴുകി നടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതോടൊപ്പം തന്നെ ഇതിന് ഞാൻ നിൽക്കുന്ന സ്ഥലത്തിന് തൊട്ടപ്പുറത്ത് തോപ്പിൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെയും സമാന അവസ്ഥയായിരുന്നു. അവിടെ സിയാദ് റഹ്മാൻ എന്ന് പറയുന്ന ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിലാണ് വെള്ളം കയറിയത്. വീട് പൂർണ്ണമായിട്ടും വെള്ളത്താൽ ചുറ്റപ്പെട്ട അവസ്ഥയിലാണ്. ആ പ്രദേശത്ത് നിരവധി വീടുകളിലേക്ക് വെള്ളം കയറിയിരുന്നു. ഈ പ്രദേശത്തെ ഒരു പ്രധാന കാരണമായി ഈ വെള്ളം കയറുന്നതിന് പ്രധാന കാരണമായിട്ട് പറയുന്നത് ഓടയുടെ പ്രവർത്തനത്തിലുള്ള തടസ്സമാണ്. പല സ്ഥലങ്ങളിലും വലിയ തോട് സമീപത്തുണ്ട്. പക്ഷേ ആ തോട്ടിൽ വലിയ തടസ്സമുണ്ട്. അതാണ് വെള്ളം മുന്നോട്ട് പോകാൻ ഒരു പ്രശ്നം സൃഷ്ടിക്കുന്നത്. അതാണ് ഈ വീടുകളിലൊക്കെ വെള്ളം കയറാനുള്ള സാഹചര്യം. അങ്ങനെ കൊച്ചിയിലെ പല ഭാഗങ്ങളിലും ഇവിടെ മാത്രമല്ല പല ഭാഗങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങൾ വളരെ വേഗത്തിൽ തന്നെ വെള്ളത്തിൽ അടിയിലാവുകയും വീടുകളിലൊക്കെ തന്നെ വെള്ളം കയറുകയും അതിനിടയിൽ ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഒരു മഴയ്ക്കൊരു ശമനമുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. തുള്ളി വീഴുന്നുണ്ടെങ്കിൽ പോലും ശമനമുണ്ട്. നേരത്തെ പെയ്ത മഴയൊന്നും ഇപ്പോൾ ഇല്ല. ഇനി അങ്ങോട്ട് മഴയ്ക്കൊരു ശമനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ കയറിയ വെള്ളമൊക്കെ ഇറങ്ങിപ്പോവുകയും വീടുകൾ വൃത്തിയാക്കാനൊക്കെ തുടങ്ങുകയും ചെയ്യും. കാരണം ഈ വെള്ളം കയറി വീടുകളിലൊക്കെ ചെളി വന്ന് അടിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ വീട് വൃത്തിയാക്കിയെടുക്കാൻ സമയം വേണ്ടിവരും. ഇനിയും ഇങ്ങനൊരു മഴ പെയ്തു കഴിഞ്ഞാൽ അത് കൂടുതൽ ദുരിതത്തിലേക്കായിരിക്കും കൊച്ചിക്കാരെ കൊണ്ടുചെന്ന് എത്തിക്കുക. അതുകൊണ്ട് തന്നെ അധികൃതർ വളരെ വേഗത്തിൽ തന്നെ ഈ വെള്ളക്കെട്ടുകൾ ഒഴിവാക്കുന്നതിനും അതോടൊപ്പം തന്നെ പ്രധാനമായിട്ടും ഈ പ്രധാനപ്പെട്ട തോടുകളിലും അതോടൊപ്പം തന്നെ കാനകളിലും ഉണ്ടായിട്ടുള്ള തടസ്സങ്ങൾ നീക്കുക എന്നുള്ളതാണ് നാട്ടുകാർ ഈ പ്രധാനപ്പെട്ട ഒരു പ്രശ്നപരിഹാരമായിട്ട് പറയുന്നത്. അത്